Welcome all to this video. In this one, we are going to discuss about the second category of control statements, that is looping or iteration statements. നമുക്ക് എല്ലാവർക്കും അറിയാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സി പ്രോഗ്രാമിൻ്റെ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിരുന്നു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്തുകൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ എന്താണ് ലൂപ്പിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ലൂപ്പിംഗ് മീൻസ് ദ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സെയിം സെറ്റ് ഓഫ് കോഡ്സ് ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് കണ്ടീഷൻ. അതായത് ഇവിടെ നമുക്ക് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുക. അതായത് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് പിന്നെയും ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ സെയിം സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, വീണ്ടും ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് കോഡ് അഗെയിൻ വി ആർ ചെക്കിംഗ് ഫോർ ദ സെയിം കണ്ടീഷൻ. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് അഗെയിൻ ട്രൂ ദെൻ വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം സ്റ്റെപ്സ്. അതായത് സെയിം സെറ്റ് ഓഫ് കോഡ് തന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ദിസ് റിപ്പീറ്റേഷൻ വിൽ ബി കണ്ടിന്യൂഡ് അൺടിൽ ദ കണ്ടീഷൻ ഗെറ്റ് ഫോൾസ്. ആ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോൾ മാത്രമേ ഈ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് ദ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ഗെറ്റ് ടെർമിനേറ്റഡ്. ഇതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു പ്രോഗ്രാം ലൂപ്പിൽ രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രോഗ്രാമിങ്ങിൻ്റെ ലൂപ്പിൽ ഫസ്റ്റ് വൺ ബോഡി ഓഫ് ദ ലൂപ്പ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലൂപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് അകത്തായിരിക്കും. ഓക്കെ, ഇനി ഈ കണ്ടീഷൻസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ആ കോഡുകളാണ് ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ബോഡിയും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ലൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ്. Okay, the control statements test certain conditions and then direct the repeated execution of the statements contained in the body of the loop. കണ്ടീഷൻസ് ആദ്യം ചെക്ക് ചെയ്യും, ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അൺടിൽ ദ കണ്ടീഷൻ വിൽ ഗെറ്റ് ഫോൾസ്. ഓക്കെ, ഇനി ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൊസിഷനെ ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ലൂപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കൺട്രോൾ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ ആദ്യം വരുന്നത് അതോ ബോഡി ഓഫ് ദ ലൂപ്പ് ആണോ ആദ്യം വരുന്നത്? ആ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൊസിഷനെ ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ലൂപ്പുകൾ വരുന്നുണ്ട്. ഒരെണ്ണം എൻട്രി കൺട്രോൾഡ് ലൂപ്പും സെക്കൻഡ് വൺ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ലൂപ്പുകളാണ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൽ എൻട്രി കൺട്രോൾഡ് ലൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എൻട്രി, അതായത് ആ എൻട്രി പൊസിഷനിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് ഏറ്റവും ആദ്യം നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനുശേഷമായിരിക്കും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി നേരെ മറിച്ച് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് ടൈപ്പ് ലൂപ്പുകളാണ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പും. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് എക്സിറ്റ് കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ
ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും ബോഡിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലത്തെ പഠിക്കാൻ പോകുന്ന വൈൽ, ഫോർ എന്ന് പറയുന്ന ഈ രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. നേരെ മറിച്ച് നമ്മൾ തന്നെ പഠിക്കാൻ പോകുന്ന ഡു വൈൽ എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഉണ്ട്. അത് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. അതായത് എക്സിറ്റ് കൺട്രോളിൽ ഡു എന്ന് പറയുന്ന കീവേഡിന് ശേഷമാണ് ബോഡി ഓഫ് ദ ലൂപ്പ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ ബോഡി ഓഫ് ദ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്, അതായത് ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ടും, ഇതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിൻ്റെ പ്രത്യേകത. ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ അവിടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൽ എൻട്രി കൺട്രോൾഡ് ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. എൻട്രി കൺട്രോൾഡ് ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻട്രി കൺട്രോൾഡ് ആണെങ്കിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? വി ഹാവ് ടു ചെക്ക് ദ കണ്ടീഷൻ. കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആവാം, ഫോൾസ് ആവാം, അല്ലെ? അത് ട്രൂ ആവാം, ഫോൾസ് ആവാം. ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇനി എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ ടെർമിനേറ്റഡ് ആവും. ഓക്കെ, ഇതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നേരെ മറിച്ച് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് ഡിഫറൻസ് വരിക ഏറ്റവും ആദ്യം ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ബോഡിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. ആഫ്റ്റർ ഇസ് സക്സസ്ഫുൾ എക്സിക്യൂഷൻ വി ആർ checking the condition. Is that condition is true or false? True ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ഈ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് വീണ്ടും ബോഡിയിലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് അഗെയിൻ ട്രൂ ദെൻ വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം പ്രോസസ്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫോൾസ് ദെൻ വി ആർ ടെർമിനേറ്റഡ് ഫ്രം ദ ലൂപ്പ്. ഇതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലത്തെ ലൂപ്പിങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക.